ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും ഇടയിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ വഷളാവുന്നുവെന്നും ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിൽ നേരിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ. എന്നാൽ പല സമയങ്ങളിലും ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ വഷളായിരുന്നുവെങ്കിലും അവർ തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ മുന്നോട്ട് പോയിരുന്നു എന്ന് നമുക്ക് കാണാം. എന്നാൽ കഴിഞ്ഞ ദിവസം ഇറാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ വെച്ചിട്ട് ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ലീഡറായിട്ടുള്ള ഇസ്മായിൽ ഹാനിയെ കൊല്ലപ്പെടുകയും അതിൻ്റെ ഭാഗമായി ഇറാനിൽ നിന്നും ഇസ്രായേലിനെതിരെ നേരിട്ടുള്ള ആക്രമണം ഉണ്ടാവാൻ പോകുന്നുവെന്നും അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നും ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ കുറച്ചുകൂടി രൂക്ഷമായി മാറാൻ പോകുന്നു എന്ന രീതിയിലുള്ള ചില വാർത്തകളാണ്, പേടിപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് തന്നെ ഏത് നിമിഷവും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ഉണ്ടാകാമെന്നുള്ളൊരു മുന്നറിയിപ്പ് G7 രാജ്യങ്ങൾക്ക് കൊടുത്തതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. മാത്രമല്ല ഇങ്ങനെയൊരു തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഇസ്രായേലിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്ക് അയച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ കാണുന്നു. എന്ന് മാത്രമല്ല ഇസ്രായേലും ഇങ്ങനെ ഒരു ആക്രമണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ പൗരന്മാർക്ക് പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തതിനെക്കുറിച്ച് നമ്മൾ കാണുന്നു. US, UK, ഫ്രാൻസ്, ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ അവരുടെ പൗരന്മാരോട് ഇസ്രായേൽ, ലെബനൻ, ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് പറയുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലെയും പല വിമാന കമ്പനികളും ഇസ്രായേൽ, ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിലേക്കുള്ള അവരുടെ സർവീസുകൾ നിർത്തി എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം കാണുമ്പോൾ മറ്റൊരു യുദ്ധത്തിലേക്ക് ലോകം പോവുകയാണോ എന്നുള്ളൊരു ആശങ്ക ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ ഇതേ സമയത്ത് തന്നെ ഇവിടെ ഉയർന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഈ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൻ്റെ ഭാഗമായി ഇസ്മായിൽ ഹാനിയെ മാത്രമല്ല ഹമാസിൻ്റെ പല നേതാക്കന്മാരും പല സമയങ്ങളിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹമാസിൻ്റെ നേതാക്കന്മാർ മാത്രമല്ല ഇറാൻ്റെയൊക്കെ ആർമിയുടെ പല നേതാക്കന്മാരെയും പല അവസരങ്ങളിലും കൊലപ്പെടുത്തുന്നത് കാണാം. ഇറാൻ്റെ സിറിയയിലുള്ള എംബസിക്കെതിരെ പോലും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് കാണാം. ആ സമയത്തൊന്നും ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും ഇടയിലുണ്ടായിരുന്ന ബന്ധം വഷളായി എസ്കലേറ്റ് ചെയ്ത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോവാതിരുന്നിട്ട് കൂടി ഇപ്പോൾ ഹമാസിൻ്റെ ഒരു നേതാവ് കൊല്ലപ്പെട്ടതിൻ്റെ ഭാഗമായി ഇത്രയും വലിയൊരു പ്രശ്നം ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിലുണ്ടാവാനുള്ള സാഹചര്യം എന്താണ്? അതുപോലെ തന്നെ ഹമാസിൻ്റെ നേതാവായിട്ടുള്ള ഇസ്മായിൽ ഹാനിയുടെ കൊലപാതകം മൂലം ഈ ഒരു പ്രശ്നത്തിലുണ്ടാവാൻ സാധ്യതയുള്ള ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്? അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഇപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഈ ഒരു പ്രശ്നങ്ങളുടെ എല്ലാം മൂല കാരണമായിട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസിൻ്റെ നേതാവായ ഇസ്മായിൽ ഹാനിയെ ആരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു നിർവചനമാണ് അദ്ദേഹം ഈ ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ചീഫ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹമാസ് എന്ന് പറയുന്നത് ഒരു മിലിറ്റൻ്റ് അല്ലെങ്കിൽ ടെററിസ്റ്റ് ഓർഗനൈസേഷനൊക്കെ ആയിട്ട് എല്ലാവരും വിലയിരുത്തുന്നുണ്ടെങ്കിലും ഹമാസിന് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഫാക്ഷൻ കൂടെയുണ്ട്. നമ്മൾ ഹമാസിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ കഴിയും 2007 മുതൽ പലസ്തീനിലെ ഗസ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശത്തെ രാഷ്ട്രീയമായിട്ട് ഭരിക്കുന്നത് ഈ ഹമാസ് എന്ന് പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടി തന്നെയാണ്. 2017 അദ്ദേഹം ഹമാസിൻ്റെ ഈ പൊളിറ്റിക്കൽ ഫാക്ഷൻ്റെ ചീഫായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത വർഷം തന്നെ, അതായത് 2018 തന്നെ US ഇദ്ദേഹത്തെ ഒരു സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് കാണാം. അപ്പോൾ ഈ രീതിയിൽ 2017 മുതൽ ഇങ്ങോട്ട് ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ഫാക്ഷന് ഇദ്ദേഹം നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രമല്ല ഈ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൻ്റെ ഭാഗമായി പല സമയത്തും വെടിനിർത്തലിനും സമാധാനത്തിനൊക്കെ ആയിട്ട് പല തരത്തിലുള്ള ടോക്കുകൾ, ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ചർച്ചകൾക്കെല്ലാം ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് നേതൃത്വം കൊടുക്കുകയും ചെയ്തിരുന്നത് ഇദ്ദേഹം തന്നെയായിരുന്നു കാണാം. പല സമാധാന ചർച്ചകളിലും ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഹമാസ് പങ്കെടുത്തിരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് ചേർത്ത് വായിക്കുകയാണെങ്കിൽ ആരാണ് ഇസ്മായിൽ ഹാനിയെ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. ഹമാസ് എന്ന സംഘടനയുടെ പൊളിറ്റിക്കൽ ഫാക്ഷൻ്റെ നേതാവായിരുന്ന, അതിനകത്തെ തന്നെ താരതമ്യേന മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ലീഡറായിരുന്നു ഇസ്മായിൽ ഹാനി എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്മായിൽ ഹാനിക്ക് മുന്നേ തന്നെ ഹമാസിൻ്റെ മിലിറ്റൻ്റ് വിങ്ങിലെ ഒരുപാട് പേരെ വധിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ 2024 മാർച്ചിൽ ഈ ഹമാസിൻ്റെ മിലിറ്റൻ്റ് വിങ്ങിൻ്റെ ഡെപ്യൂട്ടി ചീഫായിട്ടുള്ള മാർവാൻ ഇസയെ വധിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഇനി ഇസ്മായിൽ ഹാനിയെ കൊല്ലപ്പെടുന്നതിന് വെറും ദിവസങ്ങൾക്ക് മുന്നേ, അതായത് 2024 ജൂലൈ മാസത്തിൽ ഇതേ ഹമാസിൻ്റെ മിലിറ്റൻ്റ് വിങ്ങിൻ്റെ ചീഫായിട്ടുള്ള മുഹമ്മദ് ദായിഫും കൊല്ലപ്പെടുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും വലിയ നേതാക്കന്മാരൊക്കെ കൊല്ലപ്പെട്ടപ്പോഴൊന്നും ഉണ്ടാവാത്ത ഒരു പ്രശ്നം ഇസ്മായിൽ ഹാനിയെ കൊല്ലപ്പെടുമ്പോഴുണ്ടാവുന്നതിന് കാരണം എന്താണ്? അപ്പോൾ ഇവിടെ ആരാണ് കൊല്ലപ്പെട്ടത് എന്നല്ല, അദ്ദേഹം എവിടെ വെച്ചാണ് എപ്പോഴാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത്.
അപ്പോൾ ഇവിടുത്തെ ഒക്കേഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ്റെ പുതിയ പ്രസിഡൻറ്റിൻ്റെ ഇനാഗുറേഷൻ നടക്കുകയായിരുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാസങ്ങൾക്ക് മുന്നെയാണ് ഇറാൻ്റെ പ്രസിഡന്റ് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇറാൻ ഒരു പുതിയ പ്രസിഡന്റ് ഉണ്ടാവുകയാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാജ്യത്തിലെ റെപ്രസെൻറ്റേറ്റീവ്സ് അന്ന് ടെഹ്റാനിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള നിതിൻ ഗഡ്കരിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇറാൻ്റെ വളരെ പ്രധാനപ്പെട്ട അലൈ ആയിട്ടുള്ള ഹമാസിൻ്റെ ചീഫ് ടെഹ്റാനിലെത്തിയത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി അദ്ദേഹം ഇറാൻ്റെ പുതിയ പ്രസിഡൻറ്റുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാൻ്റെ സുപ്രീം ലീഡറുമായിട്ടും ഇതേ ദിവസം അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത് കാണാം. അപ്പോൾ ഇത്രയധികം ലോക നേതാക്കന്മാർ ടെഹ്റാനിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ടെഹ്റാൻ പട്ടണത്തിന് അതീവ സുരക്ഷയായിരുന്നു ഇറാൻ ഏർപ്പെടുത്തിയിരുന്നത്. വളരെ ടൈറ്റ് സെക്യൂരിറ്റി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന് മാത്രമല്ല, ഹമാസ് പോലെയുള്ള ഒരു സംഘടനയുടെ ചീഫ് അവിടെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് എക്സ്ട്രാ സെക്യൂരിറ്റിയും ഇറാൻ കൊടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സെക്യൂരിറ്റികളെ ഭേദിച്ചുകൊണ്ടാണ് അന്ന് രാത്രി, അതായത് ഈ സത്യപ്രതിജ്ഞ നടന്ന ദിവസം രാത്രി ഇറാൻ്റെ ലോക്കൽ ടൈം 2 മണിക്ക് ഇദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തിനെതിരെ വലിയൊരു ആക്രമണം ഉണ്ടാവുകയും ഈ ആക്രമണത്തിൽ ഇദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് ഈ ആക്രമണം നടന്നത് എന്നതിനെക്കുറിച്ച് 2 രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഒരെണ്ണം പറയുന്നത് ഒരു ബോംബ് ആക്രമണം, ഇദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് മുന്നേ ഒരു ബോംബ് സ്ഥാപിച്ചിരുന്നുവെന്നും ഇദ്ദേഹം ആ മുറിയിലുണ്ടായിരുന്ന സമയം കൃത്യമായി മനസ്സിലാക്കി ആ ബോംബ് ആക്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പ്ലോഡ് ചെയ്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് ഒരു വാർത്ത പറയുന്നു. ഇനി രണ്ടാമത്തെ വാർത്തയിൽ പറയുന്നത് ഒരു പ്രിസിഷൻ എയർ സ്ട്രൈക്ക്, ഒരു വ്യോമാക്രമണത്തിലൂടെയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്നാണ്. മിസൈൽ, റോക്കറ്റ് പോലെയുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തി അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നു. ഇതെങ്ങനെയായാലും കുഴപ്പമില്ല, ഇദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ വലിയൊരു ആരോപണം ഉണ്ടാവുകയാണ്. ഇസ്രായേലിൻ്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദാണ് ഈ ആക്രമണം നടത്തി ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്നുള്ളതായിരുന്നു അവരുടെ ആരോപണം. ഇസ്രായേൽ ആവട്ടെ ഈ ആരോപണത്തെ തള്ളുകയോ കൊള്ളുകയോ ചെയ്തിട്ടില്ല. തങ്ങളാണ് എന്നോ തങ്ങളല്ല എന്നോ ഉള്ള യാതൊരു പ്രതികരണവും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് കാണാം. അപ്പോൾ ഇത് ഇറാൻ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേടിന് കാരണമായിരിക്കുകയാണ്. കാരണം ഇറാൻ്റെ വലിയൊരു അലയാണ് ഹമാസ് എന്ന് പറയുന്നത്. ഇറാൻ ആർമിയുടെ തന്നെ ഒരു ഭാഗമാണ് ഈ ഹമാസിൻ്റെ മിലിറ്റൻ്റ് വിങ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. അവരെ കൃത്യമായിട്ട് ഇറാൻ എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അപ്പോൾ ആ ഒരു സംഘടനയുടെ നേതാവിനെ ഒരു പ്രത്യേക ഒക്കേഷനിലേക്ക് ഇറാൻ വിളിച്ചു വരുന്നത്, അവരുടെ ഗസ്റ്റായിട്ടാണ് ഇസ്മായിൽ ഹാനിയ ടെഹ്റാനിലേക്ക് വരുന്നത്. അങ്ങനെയുള്ളൊരു അവസരത്തിൽ വലിയൊരു സംരക്ഷണം, വലിയൊരു സെക്യൂരിറ്റി അദ്ദേഹത്തിന് കൊടുത്തിട്ട് പോലും അദ്ദേഹം ഇവിടെ കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇറാന് വലിയൊരു നാണക്കേടിന് കാരണമാവുകയാണ്. ഇനി അതോടൊപ്പം ഇവിടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. മൊസാദ് എന്ന സംഘടന, അതിൻ്റെ ചരിത്രമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇസ്മായിൽ ഹാനിയ പോലെയുള്ള ഒരാൾ മൊസാദിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാർഗറ്റ് അല്ല. അദ്ദേഹം ഈ മിലിറ്റൻ്റ് വിങ്ങിൻ്റെയൊക്കെ നേതാക്കന്മാരെ പോലെ ഗസയിലൊക്കെ ഒളിച്ചു താമസിക്കുന്ന ഒരാളല്ല. കൃത്യമായി പബ്ലിക്കായിട്ട് അപ്പിയർ ചെയ്യുന്ന ഒരാളാണ്. പല സമയത്തും ഖത്തറിലും അതുപോലെ തന്നെ ടർക്കിയിലുമൊക്കെ ആയിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നതെന്ന് കാണാം. അദ്ദേഹത്തിൻ്റെ പല പരിപാടികളും പബ്ലിക്കായിട്ടാണ് നടക്കുന്നത്. സോ ആ സമയത്തൊക്കെ ഈസി ആയിട്ട് അദ്ദേഹത്തെ വധിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നിട്ടും ഇത്രയും ഒരു ടൈറ്റ് സെക്യൂരിറ്റിയിൽ ഇറാനിലിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ മൊസാദ് വധിക്കാൻ തീരുമാനിച്ചത് ഇറാൻ ഇത്തരത്തിലുള്ളൊരു നാണക്കേട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നാണക്കേടിന് കാരണമായതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയാണ്. ഇറാൻ്റെ സുപ്രീം ലീഡർ പോലും ഇസ്രായേലിനെതിരെ വലിയൊരു തിരിച്ചടി ഉണ്ടാവുമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. സോ ഇതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ആരാണ് കൊല്ലപ്പെട്ടത് എന്നതിനേക്കാൾ ഉപരി അയാൾ എവിടെ വെച്ചാണ് എപ്പോഴാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് ഈ പ്രശ്നത്തെ വഷളാക്കുന്നുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ ഇറാന് വലിയൊരു നാണക്കേടുണ്ടായി എന്നും ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ ഒരു തിരിച്ചടി ഉണ്ടാവുമെന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഏത് രീതിയിലായിരിക്കും ഇറാൻ്റെ തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ നേരിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഏപ്രിൽ 13 എന്ന് കാണാം. അതിന് തൊട്ട് മുന്നേ ഇറാൻ്റെ ഒരു എംബസി, സിറിയയിലുള്ള എംബസിക്കെതിരെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും അറ്റാക്ക് നടന്നപ്പോഴായിരുന്നു ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടായത്. എന്നാൽ അത് വേറൊരു രാജ്യത്തുള്ള ഇറാൻ്റെ എംബസിക്കെതിരെയായിരുന്നു ആക്രമണമെങ്കിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇറാൻ്റെ മണ്ണിൽ നേരിട്ടുള്ള ഒരു ആക്രമണമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നും കുറച്ചുകൂടി ശക്തമായ, ഏപ്രിൽ 13 ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടാവുമെന്നാണ് എല്ലാവരും ഒരുപോലെ അനുമാനിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുകയാണ്. ഏത് നിമിഷവും ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടാവാമെന്ന്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ ഇസ്രായേലിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ഇനി ഇത്തരമൊരു സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടി ഇസ്രായേലും ചില മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് കാണാം. ഇസ്രായേലിൻ്റെ പൗരന്മാർക്കെല്ലാം കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഇറാൻ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുന്നതിന് മുന്നേ തന്നെ ഒരു പ്രിയംറ്റീവ് സ്ട്രൈക്ക് ഇറാനെതിരെ നടത്താനുള്ള ചില ആലോചനകളും ഇസ്രായേലിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്നാണ് ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇറാനും വലിയ രീതിയിലുള്ള ചില പ്രിപ്പറേഷൻസാണ് നടത്തുന്നത്. റഷ്യയുടെ ഭാഗത്തു നിന്നും ഇറാനിലേക്ക് വലിയ രീതിയിലുള്ള സഹായങ്ങൾ വരുന്നു. റഷ്യയുടെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ചീഫ് തന്നെ ഇറാനിൽ നേരിട്ടെത്തി ചർച്ചകൾ നടത്തുന്നു മുതലായ വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് വലിയൊരു ആക്രമണം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്.
പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഓൾ ഔട്ട് വാറിലേക്ക് നയിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇറാൻ പോകാനുള്ള സാഹചര്യം ഇപ്പോഴും കുറവാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേലുമായി നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇറാൻ കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്തായാലും കുഴപ്പമില്ല, വലിയൊരു നാശനഷ്ടം ഇറാൻ എന്ന രാജ്യത്തിനുണ്ടാകുമെന്നുള്ളത് സംശയമില്ലാതെ എല്ലാവർക്കും പറയാൻ കഴിയും. സോ വലിയ പ്രശ്നങ്ങളുണ്ടായ ഒരു ലാസ്റ്റ് ഓപ്ഷനായിട്ട് മാത്രമേ ഒരു പൂർണ്ണമായിട്ടുള്ള യുദ്ധത്തിലേക്ക് ഇറാൻ കടക്കുകയുള്ളൂ എന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയുള്ള ഒരു തിരിച്ചടിയായിരിക്കും ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ സാധ്യതയുള്ളത്? എല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്, നിലവിൽ നടക്കുന്നത് പോലെ തങ്ങളുടെ പ്രോക്സി ഫോഴ്സസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താനായിരിക്കും ഇറാൻ മുതിരുന്നത് എന്ന് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോഴ്സായി പറയുന്നത് ലെബനനിലെ ഹെസ്ബുള്ളയാണ് എന്ന് കാണാം. അപ്പം നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെയും ഹെസ്ബുള്ളയുടെയും ഇടയിലുള്ള ആക്രമണങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ലെബനൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിൽ നടത്തിയിട്ടുള്ള ഒരു ആക്രമണത്തിൻ്റെ ഭാഗമായി ഈ ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ കൂടിയായിട്ടുള്ള ഫൗദ് ഷുക്റിനെ വധിക്കാൻ ഇസ്രായേലിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇവർക്കിടയിലുള്ള ബന്ധം വഷളായി പോകുമ്പോൾ ഈ ഹിസ്ബുള്ളയെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ വലിയൊരു തിരിച്ചടി കൊടുക്കാനായിരിക്കും ഇറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ 100% ഉറപ്പോടുകൂടി ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ എന്ത് സംഭവിക്കും നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. എന്നാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഈ ഇസ്മായിൽ ഹാനിയുടെ കൊലപാതകം മൂലം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിൽ നടക്കുന്ന ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമാധാന ശ്രമങ്ങൾ വലിയ രീതിയിൽ ഇല്ലാതാവാനുള്ളൊരു സാഹചര്യമുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇസ്മായിൽ ഹാനി എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ലീഡർ ആയിരുന്നു എന്നുള്ളത് മാത്രമല്ല, ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും ഇടയിലുള്ള സമാധാന ചർച്ചകൾക്ക് കൃത്യമായി നേതൃത്വം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇദ്ദേഹം കൊല്ലപ്പെട്ടതോടുകൂടി ഈ ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ചീഫ് എന്ന സ്ഥാനത്തേക്ക് പുതിയൊരാൾ അപ്പോയിൻറ്റ് ചെയ്യപ്പെടണം. ഇവിടെ എല്ലാവരും ഏറെക്കുറെ ഒരുപോലെ അഭിപ്രായപ്പെടുന്നത് യാഹ്യ സിൻവാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുമെന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ യാഹ്യ സിൻവാർ ഒരു എക്സ്ട്രീമിസ്റ്റ് ലീഡറാണ്. അതായത് ഇസ്രായേലിൻ്റെയും പലസ്തീൻ്റെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും സമാധാനപൂർണ്ണമായി പരിഹരിക്കാൻ സാധിക്കില്ല, ആയുധം എടുത്തുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിലൂടെ മാത്രമേ അത് പരിഹരിക്കാൻ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ നടക്കുന്ന ഇസ്രായേൽ ഗസ വിഷയം സമാധാനപൂർണ്ണമായി പരിഹരിക്കാനുള്ള ഒരു സാഹചര്യം ഈ ഇസ്രായേൽ ഹാനിയുടെ കൊലപാതകത്തോടു കൂടി ഇല്ലാതാവുകയാണ് എന്ന് ഏറെക്കുറെ എല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സമാധാന ശ്രമങ്ങളിൽ കൃത്യമായിട്ട് മീഡിയേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു ഖത്തർ എന്ന് പറയുന്നത്. ഖത്തറിൻ്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്, രണ്ട് പേര് തമ്മിൽ ഒരു നെഗോഷിയേഷൻ നടക്കുമ്പോൾ അതിലൊരു പാർട്ടിയെ മറ്റൊരു പാർട്ടി കൊലപ്പെടുത്തുകയാണെങ്കിൽ എങ്ങനെ ഈ നെഗോഷിയേഷൻ മുന്നോട്ട് പോകും, എങ്ങനെ ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കും എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ, ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ചീഫായിട്ടുള്ള ഇസ്മായിൽ ഹാനിയ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിൻ്റെ ഭാഗമായി എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നത്, ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും ഇടയിൽ ചെറിയ രീതിയിലെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമാധാന ശ്രമങ്ങളെല്ലാം പൂർണ്ണമായും പരാജയപ്പെടുമെന്നും ഈ ഒരു ചിത്രത്തിലേക്ക് ഇറാൻ കുറച്ചുകൂടി വ്യക്തമായി കടന്നു വന്നുകൊണ്ട് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന വിളിപ്പേരുള്ള അവരുടെ പ്രോക്സി ഫോഴ്സസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്കിടയിൽ നിലവിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കുറച്ചുകൂടി വഷളായി മുന്നോട്ട് പോകുമെന്നും നിലവിൽ നടക്കുന്ന ഇസ്രായേൽ ഗസ യുദ്ധം ഒരു റീജിയണൽ വാറായി സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ്. സോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ചും ഈ ഒരു വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.